CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ വിജയനെതിരെയുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കൂടുതൽ ശക്തമാക്കുന്നു. തിരുവനന്തപുരത്തെ HDFC ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിച്ചതിന് പിന്നാലെ വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കാനാണ് ഇഡിയുടെ നീക്കം. അതേസമയം ബാങ്ക് ലോക്കർ പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളോ മറ്റു വസ്തുക്കളോ ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ ഇഡി മരവിപ്പിച്ചിരുന്നു. ഈ തുക പൂർണ്ണമായി കണ്ടുകെട്ടാനുള്ള നിയമ നടപടികളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം MG റോഡിലുള്ള HDFC ബാങ്ക് ശാഖയിൽ ഇഡി സംഘം നേരിട്ടെത്തി പരിശോധന നടത്തിയത്. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു പരിശോധനകൾ. മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളുടെയും ലോക്കറിന്റെയും പരിശോധനയായതിനാൽ വീണയുടെ സാന്നിധ്യം ബാങ്കിൽ ആവശ്യമില്ലായിരുന്നുവെന്ന് ഇഡി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ജൂൺ 17-ന് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വെച്ച് വീണയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. രാവിലെ 10:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി വരെ നീളുകയും ഏകദേശം 9 മണിക്കൂറോളം ഇത് തുടരുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് CMRL MD ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളായ ശരൺ S. കർത്ത, ജയ S. കർത്ത, ഷിബി S. കർത്ത എന്നിവരെയും ഇഡി കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായ ജയ S. കർത്ത വീണയ്ക്ക് 2 തവണയായി 50 ലക്ഷം രൂപ വായ്പ അനുവദിച്ചതിൽ ഇഡിക്ക് സംശയമുണ്ട്. ആദ്യ തവണത്തെ വായ്പ തിരിച്ചടവ് മുടങ്ങിയിട്ടും എന്തടിസ്ഥാനത്തിലാണ് വീണ്ടും വായ്പ നൽകിയതെന്നാണ് ഇഡി പരിശോധിക്കുന്നത്. കൂടാതെ കേസിലെ പ്രതിപട്ടികയിലുള്ള നിപുണ ഇന്റർനാഷണൽസ് എന്ന സ്ഥാപനത്തിന്റെ ചുമതലയുള്ള ഷിബി S. കർത്തയിൽ നിന്നും ഇഡി കഴിഞ്ഞ തിങ്കളാഴ്ച വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യൽ വ്യാപിപ്പിക്കാനാണ് ഇഡിയുടെ തീരുമാനം.